ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ ഗുഡ് മോർണിംഗിൽ ഞാനല്ല കേട്ടോ, രമേശേട്ടനാണ്. ആക്ച്വലി ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. ഇന്നത്തെ ഈ സീനിൽ കുറച്ച് നേരം ഞാനില്ല. ഞാൻ പറഞ്ഞില്ലേ, ജപ്പാനിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് ദിവസം അൺപാക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. വീക്കെൻഡ് ആയപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങണം. രമേശേട്ടൻ 1-2 പ്രാവശ്യം വന്ന് വിളിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ നീപ്പിക്കാനുള്ള ഒരേ ഒരു വഴി നല്ല ചായ ഉണ്ടാക്കി തരാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ പോയി ചായ ഉണ്ടാക്കൂ, അതിന് ശേഷം ഞാൻ വരാമെന്ന്. അപ്പോൾ രമേശേട്ടൻ അത് ചായ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഞാൻ വേഗം എണീറ്റ്. ഞാൻ പറയാറില്ലേ, രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ ഒരാൾ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരുമ്പോൾ അതിലും വലിയ സ്വർഗം വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇവർ രണ്ടുപേരും രാവിലെ തന്നെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയിട്ടൊന്ന് സാറ്റർഡേ ആണ്, രണ്ടുപേരും നേരത്തെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയി. ഞാനിന്ന് ഉറക്കത്തിൽപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി കുളിച്ചൊക്കെ വന്നിരിക്കുക. ഞാനാണെങ്കിൽ ചണ്ടിയായിട്ടാണ് ഇരിക്കുന്നത്. മിത്തു വന്ന ഉടനെ തന്നെ ഡ്രോയിങ് പരിപാടിയിലാണ്. കുളിയൊക്കെ കഴിഞ്ഞ്, കാരണം കുറേ സമയമുണ്ടല്ലോ രാവിലെ എന്ന് പറഞ്ഞിട്ട്. പണ്ട് എനിക്കുണ്ടായിരുന്ന ഒരു ഭ്രാന്താണ്, എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ അതിൻ്റെയൊക്കെ സ്കെച്ച് വരയ്ക്കും. ഇപ്പം എനിക്ക് ടൈമില്ല. ഇപ്പം മിത്തുവാണ് അത് ചെയ്ത് കാണുന്നത്. ജപ്പാനിൽ നമ്മൾ പോയി കണ്ടതിലേ ഏറ്റവും സ്കെച്ചിനും പെയിൻറ്റിനൊക്കെ ഏറ്റവും നന്നായിട്ട് തോന്നുന്നത്, പെയിൻറ്റിങ്ങിന് തോന്നിയ ഏതാണ് സംഭവം? ആ ശരിയല്ലേ. ഓ, ആ മരത്തിൻ്റെ അത് എടുത്ത് വെച്ചിട്ടില്ലേ നീ വരയ്ക്കാൻ വേണ്ടിയിട്ട്? അത് എടുത്ത് വെച്ചിട്ടില്ലേ ഫോട്ടോ? അത് കഴിഞ്ഞാൽ അത് വരയ്ക്കാം. ഓ, അതൊരു ഭയങ്കര രസമായിരുന്നു അല്ലേ, ഭയങ്കര രസമായിരുന്നു ഒസാക്കാസ്. അതാ മരം ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് ബാക്കിൽ ഇങ്ങനെ ആ കാസിൽ അതിങ്ങനെ കാണാം. അതിൻ്റെ ഭംഗിയാണ് അതിൻ്റെ രസം. ഞാൻ ചായ കുടിച്ചിട്ട് വേഗം കുളിക്കാൻ പോയി. ഇന്ന് കുറച്ച് ഷാമ്പൂ ഒക്കെ ചെയ്ത് കുളിക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ പൊട്ടി കെട്ടി നടക്കുക എന്ന് പറയും, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് ഞാൻ കുളിക്കാൻ പോയ സമയം കൊണ്ട് രമേശേട്ടനോട് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ സ്റ്റൂവും ദോശയും കൂടിയിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കട്ടെ എന്തൊക്കെ ഇടണം സ്റ്റൂവിന്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് വെക്കുമ്പോഴേക്കും ഞാനിതാ വന്നു, വേഗം കുളിച്ച് റെഡിയായി വന്നു. ആക്ച്വലി നമ്മൾ ഈ ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് തന്നെ വെക്കാനുള്ളത്. ഇത് ആക്ച്വലി ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ടായിരുന്നു കിച്ചൺ. പക്ഷേ എപ്പോഴും ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും കുക്കിങ്ങിൽ പങ്കെടുക്കാം. പിന്നെ നമ്മുടെ ഫ്ലാറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും എല്ലാവർക്കും ആ ഒരു കോൺവെർസേഷനിൽ പങ്കെടുക്കാം എന്നുള്ളതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഒരു പാർട്ട്ണറാണെങ്കിലും കുട്ടികളാണെങ്കിലും എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന, അത് ഒരാൾ മാത്രം കുക്കിങ്ങും ബാക്കി എല്ലാവരും വേറെ പണിയിൽ പറയുമ്പോൾ അത് ഒരു സുഖമില്ലാത്ത കോൺസെപ്റ്റായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുക. കാരണം എൻ്റെ വീട്ടിലാണെങ്കിലും അച്ഛൻ ലീവിന് വരുമ്പോഴൊക്കെ അച്ഛൻ ഫുൾ ടൈം അടുക്കളയിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനത് കണ്ട് വളർന്ന കാരണം എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഇങ്ങനെ പാർട്ട്ണർ എപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ടാവണം. മൺഡേ ടു ഫ്രൈഡേ ഒരിക്കലും സാധിക്കില്ല, കാരണം ഓഫീസാകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സാറ്റർഡേ സൺഡേ എങ്കിലും നമ്മളിങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് അതൊരു എന്താ പറയുക, അത് നമ്മളങ്ങനെ ശീലിച്ച് എടുത്ത ഒരു കാര്യമാണ്. ഒറ്റയടിക്ക് ആദ്യം മുതലേ അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. മിത്തുകുട്ടി ജപ്പാനിൽ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. എനിക്ക് മതി, എനിക്ക് ദോശ വേണം, ദോശയും സാമ്പാറും വേണം, ദോശയും സാമ്പാറും വേണം പറഞ്ഞിട്ട് രാവിലെ മുതൽ എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ വന്നിട്ട് ഒരാഴ്ചയിട്ട് രാവിലെ വൈകുന്നേരം ദോശയാണ്. അപ്പോൾ വിത്ത് പറയും എൻ്റെ അമ്മേ ദോശ വേണമെന്ന് പറഞ്ഞൊരു പരിധിയുണ്ട്. രാവിലെ മുതൽ ഇന്നിപ്പോൾ വിത്ത് ദോശ എന്ന് പറഞ്ഞാൽ അയ്യോ മതിയായേ ദോശ. മിത്തോ, നിന്നെ ഞാൻ ഇനി 1 മാസം ദോശ കഴിപ്പിക്കും. ഇനി മേലാൽ ഇവിടെ ദോശ വേണമെന്ന് പറയരുത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ദോശക്കളിയാണ് കേട്ടോ. നല്ല വേളൂരി ഉണ്ട്, ചോറുണ്ട്, വേളൂരി ഉണ്ട്. ജപ്പാനിൽ വന്നതിന് ശേഷം നല്ല നമ്മുടെ നാടൻ എന്താ പറയുക, ഇങ്ങനെ ഡിഷുകൾ കഴിക്കാൻ ഒരു ആക്രാന്ത്. അപ്പം അതുകൊണ്ട് ഞാൻ വെച്ചു വേളൂരി ഫ്രൈ ചെയ്യാം. പിന്നെ മുളകൂശ്യം, മിത്ത് പറഞ്ഞ മുളകൂശ്യം തന്നെ വേണം. മുളകൂശ്യൊക്കെ സ്പെഷ്യൽ ഫുഡായി. ജപ്പാനിൽ പോയി ഒന്നുകൂടി മുളകൂശ്യൊക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു. പിന്നെ ചോറ്, പിന്നെ അച്ചാറ്, ഉപ്പേരി ഉണ്ടാക്കിയിട്ടില്ല. ഫിഷ് ഫ്രൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ അല്ലേ, നമുക്ക് കുറച്ച് ദിവസം എന്താ 11 ദിവസമാണ്, 11 days നമ്മൾ തായ്ലൻഡിൽ ബാക്കിയുള്ള ഏത് സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഒക്കെ നമ്മൾ ഇന്ത്യൻ ഫുഡ് എപ്പോഴെങ്കിലും കഴിച്ചിരുന്നു അല്ലേ. 11 days നമ്മൾ ഒരു തരത്തിലും ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു നല്ല രീതിക്കുള്ള ഒരു ആക്രാന്തം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാൽ തോന്നിയിട്ടുമില്ല കേട്ടോ, അതും പറയണല്ലോ. എനിക്ക് അങ്ങനത്തെ അവിടുത്തെ ഫുഡ് ആക്ച്വലി ഇഷ്ടമായി. അവിടുത്തെ പ്രോപ്പറാതല്ല, എന്നാലും അവിടെ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടുന്നുണ്ട്, നമുക്ക് പറ്റിയ ഫുഡ്സും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ പിസ്സ, മെക്ഡി, ഡോമിനോസ് അല്ല ഇങ്ങനത്തെ പിസ്സയുടെ പലതരത്തിലെ KFC അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. അപ്പം പിന്നെ അതൊന്നൊരു വിഷയമല്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒക്കെ. അപ്പം അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തില്ല. എന്നാലും കുറച്ച് ചോറും കുറച്ച് തൈരും കുറച്ച് മുളകൂശ്യം ഒക്കെ കഴിക്കുമ്പോൾ ഒരു സുഖം. അപ്പൊ നമുക്ക് കഴിച്ചാലോ? അതേ മുളകൂശ്യത്തിന്റെ ആളവിടെ ഇരിക്കുന്നത്. അമ്മ വിളിച്ചിങ്ങോട്ട് കുറെ നേരമായി തുടങ്ങിയിട്ട് വല്ലതും തരുമോ എന്ന് ചോദിച്ചിട്ട്.
അപ്പോൾ ഇന്നത്തെ ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പോകണം. അതിന് മുന്നേ ആയിട്ട് കുറച്ച് ഷൂട്ടിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ജപ്പാനും കാര്യങ്ങളൊക്കെ ആയിട്ട് മെയ് മന്തിൽ എനിക്ക് തോന്നുന്നു ഒന്നും തന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല, ഒന്നിനും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി, മെയ് ലാസ്റ്റ് ആവാറായി. അപ്പോൾ ഈ മാസം അങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. ജൂൺ മുതൽ ഞാൻ പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ട് ഷൂട്ടിങ്ങൊക്കെ നടക്കാമെന്ന് വെച്ചാൽ, എന്നാലും ഞാൻ നിങ്ങൾക്കായിട്ട് കുറച്ച് അടിപൊളി പ്രോഡക്റ്റുകൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മൾ കാണിക്കാറുള്ളതല്ല, ഇപ്രാവശ്യമായിട്ട് ഇനി കാണിക്കാതിരിക്കേണ്ടെന്ന് വിചാരിച്ച് കുറച്ച് കിടിലൻ കോട്ടൺ കുർത്ത സെറ്റ്സ് കേട്ടോ, നല്ല ഭംഗിയുള്ളത്. അപ്പോൾ ജപ്പാനിലെ ട്രിപ്പിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സുകൾ ഓരോന്നും എവിടെ നിന്നാണെന്ന്. അപ്പോൾ എല്ലാ ഷോർട്സിനും ഞാൻ വാങ്ങിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളത് എല്ലാതും ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. സോ ഷോർട്സിൽ പോയി കഴിഞ്ഞാൽ വ്യൂ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടാഗ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് കാണാം കേട്ടോ. അതിൽ ആ ബ്ലാക്കൊക്കെ സൂപ്പർ സംഭവമാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതല്ലാതെ ഞാൻ ഇട്ടതൊക്കെ ചിലപ്പോൾ അങ്ങനെ കറക്റ്റ് എക്സാക്ട് സെയിം പ്രോഡക്റ്റ് ഇടാത്തതൊക്കെ ഉറപ്പായിട്ടും അത് പല ഷോപ്പിൽ നിന്ന് വാങ്ങിയതാവും. അതിൻ്റെ സിമിലർ പ്രോഡക്റ്റ് മാത്രമാണ് കാണിക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ കേട്ടോ, കാരണം അതിന് ഓൺലൈനിൽ കിട്ടാത്തതുകൊണ്ടാണ്. അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ എന്തായാലും കാണാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന കിഡിലൻ പ്യോർ കോട്ടൻ്റെ നല്ല അടിപൊളി കുർത്ത സെറ്റാണ്. എല്ലാം ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. കാർട്ടിലിട്ട് വയ്ക്കുക. സെയിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ജൂൺ ഫസ്റ്റ് വീക്കിലൊക്കെ സെയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റൊക്കെ വാങ്ങാം. അപ്പോൾ കാർട്ടിലിട്ട് വെച്ചോളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറ്, നല്ല കളറല്ലേ അല്ലേ, ഒരു ഫ്ലോറൽ തീമിലെ സമ്മർ കളർ എന്ന് വേണമെങ്കിൽ പറയാം. ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഒരു കുർത്ത സെറ്റാണ്, നല്ല പ്യോർ കോട്ടൺ ആണ്, സോഫ്റ്റ് ക്ലോത്ത് ആണ്. ദുപ്പട്ട ഉണ്ട്, അതുപോലെ തന്നെ പാൻറ്റ് നല്ല കംഫർട്ടാണ് ഇടാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങൾക്കും എന്തായാലും ഇഷ്ടമാവും. ഫ്ലോറൽ തീമിൽ വരുന്ന ഇതിൻ്റെ കളറാണ് ഏറ്റവും രസം. സമ്മറിൻ്റെ ഒരു കളറാണ് വരുന്നത്. അതുപോലെ തുണിയും ചൂടത്ത് നല്ല സുഖം ഉണ്ടാവും കേട്ടോ. അടുത്തത് ഇപ്പം ഈ ഇടയായിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ എന്ന് പറയുന്നത് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ്. ഈ ലൈറ്റിൽ കാണുന്നേക്കാളും എന്തായാലും ശരിക്കുമുള്ള ഫോട്ടോയിലുള്ള കളറാണ്, അതായത് പെർഫെക്റ്റ് മസ്റ്റാർഡ് യെല്ലോ. ഇതിലിപ്പോൾ ഒരു യെല്ലോൻ്റെ ഷെയ്ഡൊന്ന് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടെയുള്ള ഈ ഒരു വർക്കാണ്. ഇതിൻ്റെ ഭംഗി കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ്. എന്താ പറയുക, നമുക്കൊരു ഇന്ത്യൻ സ്റ്റൈൽ, ഒരു ദേശീ സ്റ്റൈലിലൊക്കെ നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു കോട്ട് സെറ്റ് പോലെയൊക്കെ നമ്മൾ ഇട്ടിട്ട്, നമുക്ക് കുറേ പേർക്ക് ഇപ്പം അങ്ങനെ ഇഷ്ടമല്ലേ, ഫുൾ സെറ്റ് ആണെങ്കിൽ ഒരു കോട്ട് സെറ്റ് വൈബൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാകും. അടുത്തതും നല്ല ഭംഗിയുള്ളൊരു കുർത്ത സെറ്റാണ്. ഇതും ഒരു കോട്ട് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കുർത്ത സെറ്റ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലാക്ക്, ഓഫീസിലേക്കോ അത്യാവശ്യം ചെറിയ ഫങ്ഷനൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു കഴുത്തിൻ്റെ അവിടെ നല്ല ഭംഗിയുള്ള, കണ്ടോ, നല്ല രസമുണ്ട് ഈ കഴുത്തിൻ്റെ അവിടെ കാണാൻ. അതേപോലെ തന്നെ സ്ലീവ്സിലും വർക്ക് ഉണ്ട്. കണ്ടോ, സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ പാൻറ്റിൻ്റെ അവിടെയും ഈ ഒരു അറ്റത്തായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട്, ഒരു ത്രെഡ് വർക്ക് പോലെ, ഒരു എംബ്രോയ്ഡറി വർക്ക് പോലെ. പാൻറ്റും നല്ല ലൂസ്, ഇപ്പോഴത്തെ ടൈപ്പ്, അതായത് ഭയങ്കര പ്ലാസോ ടൈപ്പും അല്ല, ഭയങ്കര ഫിറ്റ് ടൈപ്പും അല്ല, ഭയങ്കര ലൂസായിട്ട് കംഫർട്ടായിട്ടുള്ള പാൻറ്റുകളാണ്. ഇത് തേർഡ്. ഇതൊരു പ്യോർ കോട്ടൺ ആണോ എന്ന് ചോദിച്ചൊരു സംശയമുണ്ട്. കോട്ടൺ മിക്സ് ആണോ? ചെറിയൊരു ഇത്തിരി കട്ടിയുണ്ട്, ഭയങ്കര സോഫ്റ്റ് കോട്ടൺ അല്ല, ഇത്തിരി കട്ടിയുണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. മാക്സിൻ്റെയാണ്. ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പേസ്റ്റൽ കളർ കേട്ടോ. എന്ത് രസമാണ് നോക്കിയൊക്കെ. ഈ ഒരു പേസ്റ്റൽ കളേഴ്സ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഈ ഒരു ഇവിടെ മാത്രം നല്ല എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ പാൻറ്റും വരുന്നുണ്ട്. സിമ്പിളാണ്, ഒന്നുമില്ല, പാൻറ്റിലൊന്നും വർക്ക് ഇല്ല. ഇവിടെ ജസ്റ്റ് ഈ ഒരു കഴുത്തിൻ്റെ അവിടെ മാത്രം ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഒരുപാട് തവണ ഇട്ട്, നിങ്ങൾ തന്നെ കുറേ തവണ കണ്ടിട്ടുണ്ടാവും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഈ വാങ്ങിയിട്ടുള്ള എല്ലാ ബ്രാൻഡും മാക്സും ഒന്നല്ലാതെ ബാക്കിയൊക്കെ ഇൻഡോയറാണ്. എനിക്ക് പേഴ്സണലി ഇൻഡോയറുടെ കളക്ഷൻസ് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ സ്ലീവ്സിലും വരുന്നുണ്ട്. ഇതെന്താ കലംകാരി വർക്ക്, കത്ത് വർക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കലംകാരിയാന്ന് തോന്നുന്നു. ഇതിന് പാൻറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഫുൾ വർക്ക് വരുന്ന ദുപ്പട്ടയുണ്ട്. വളരെ സിമ്പിൾ കോട്ടൺ ആണ്. അങ്ങനത്തെ കോട്ടൺ ഡ്രസ്സ് ഇഷ്ടമുള്ളവർക്കാണ് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമുള്ളൂ. കോട്ടൺ ഡ്രസ്സ് ഇഷ്ടമില്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ആമസോണിൽ എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ഷൂട്ട് ചെയ്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ്. അത് കഴിഞ്ഞ് വേഗം ഭക്ഷണം കഴിച്ച് നമുക്ക് സിനിമയ്ക്ക് പോകണം. അയ്യോ, ഞാൻ വേർത്ത് കുളിക്കണേ, ഭയങ്കര ചൂടാട്ടോ, അവിടെ ഒരു രക്ഷയില്ല.
അപ്പം നമ്മൾ അതിരടി കാണാമെന്ന് വിചാരിച്ചു. തിയേറ്ററിൽ പോയിട്ട് ദൃശ്യത്തിന് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ദൃശ്യം 3 തന്നെയല്ലേ? ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് ആ ദിവസം തന്നെ ബുക്ക് ചെയ്തു. അതിപ്പോൾ തേഴ്സ്ഡേ ആണ്. പിന്നെ എന്താ പറയുക, അതിരടിയുടെ റിവ്യൂ നമ്മൾ എന്തായാലും പോയി വന്നിട്ട് പറയാം. അതിനേക്കാളും മുന്നേക്ക് പറയേണ്ടത്, ഞാനൊരു ഷോർട്ട്സ് ആയിട്ട് തന്നെ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു. നമ്മുടെ ഭരതനാട്യം 2 അല്ലേ? ഭരതനാട്യം നമ്മൾ ഇതുപോലെ OTT-യിൽ കണ്ടിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു കേട്ടോ. അതെന്തുകൊണ്ട് തിയേറ്റർ ഹിറ്റ് ആയില്ല എന്ന് ഭയങ്കര സങ്കടമായിരുന്നു. മോഹിനിയാട്ടം ഒരു രക്ഷയില്ല. എന്താ രക്ഷയുടെ അഭിപ്രായം? ഇതുപോലൊരു ഡാർക്ക് ഫിലിം, ഡാർക്ക് ഹ്യൂമർ പടം എന്ന് പറഞ്ഞാൽ കിടിലൻ പടം. ശരിക്കും പറഞ്ഞ ഒരു 100 crore എന്തായാലും അടിക്കേണ്ട പടം. വാഴ 2 കണ്ടു. ബട്ട് ആക്ച്വലി ഞങ്ങൾക്ക് വാഴ 2-നേക്കാളും ഇഷ്ടമായത് മോഹിനിയാട്ടമാണ്. കാരണം ത്രൂ ഔട്ട് കോമഡി മോഹിനിയാട്ടത്തിലാണുള്ളത്. ഒരു ഭയങ്കര രസമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോക്കുമ്പോൾ വാഴ 2-യേക്കാൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് മോഹിനിയാട്ടമാണ്. ഞാൻ നന്നായി എൻജോയ് ചെയ്ത് മോഹിനിയാട്ടാട്ടോ. അപ്പം അത് 2 OTT-യിൽ വന്ന് കണ്ടിട്ടില്ലാത്തവർ എന്തായാലും മോഹിനിയാട്ടം കാണണം. കാരണം നല്ല കീടു പടമാണ്, നല്ല ഹ്യൂമർ പടം. അപ്പം അതെ, ഇനി അതിരടി എന്താവുമെന്ന് പോയി നോക്കട്ടെ അല്ലേ? നല്ല പടങ്ങള് ബാക്ക് ടു ബാക്ക് റിലീസ്. അതെ, ശരിക്കും നമ്മളെന്തായാലും കട്ട ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് നമ്മളത് എന്തായാലും കണ്ടിരിക്കും എന്നുള്ളതാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാ സിനിമയും ആക്ച്വലി തിയേറ്ററിൽ പോയി കാണണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഇവിടുത്തെ റേറ്റുമായി നോക്കുമ്പോൾ നാട്ടിലെ പോലെ എല്ലാ സിനിമയും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. നല്ലതെന്ന് റിവ്യൂ കാണുന്നത് മാത്രമേ നമുക്ക് പോയി കാണാൻ പറ്റുള്ളൂ. എന്നാലും ഒരുവിധമൊക്കെ നമ്മൾ കാണാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. അങ്ങനെ അതിരടി കണ്ടിട്ട് നമ്മളിതേ വീട്ടിലെത്തി. ഇതാ ഇനിയിപ്പോൾ എന്താ പരിപാടി, ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. സോ സിനിമയുടെ റിവ്യൂവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടമായി കേട്ടോ. അതിന് മിക്സ്ഡ് റിവ്യൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ തമാശക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ആളുകൾക്ക് എന്തായാലും വർക്കാവും. പിന്നെ ഇൻ്റർവെല് വരെ ചെറുതായിട്ട് നമുക്കൊന്ന് ലാഗ് ചെയ്ത പോലെ തോന്നി. ഇൻ്റർവെല് മുതലാണ് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടത്. അതിൽ അഭിനയിച്ച എല്ലാവരും, അതായത് ടോവിനോ ആയിക്കോട്ടെ, വിനീത് ശ്രീനിവാസനായിക്കോട്ടെ, ഷാൻ റഹ്മാൻ ആയിക്കോട്ടെ, എല്ലാവരും നല്ല കിടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കുറേ ചിരിച്ചു കേട്ടോ. ആക്ച്വലി ഇപ്പോൾ ചിലവർ തോന്നും ഇതിപ്പോൾ എന്താ അത്ര വലിയ ഫണ്ണാണോ എന്നൊക്കെ ചിലപ്പോൾ തോന്നാം. പക്ഷേ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യും. ഏതൊരു സിനിമ അതിൻ്റെ ലോജിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നേക്കാളും കുറേ ചിരിക്കാണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഈ പറഞ്ഞ പോലെ ഇൻ്റർവെല്ലിന് ശേഷം എല്ലാവരും ഇങ്ങനെ വന്നതിന് ശേഷമാണ് പടം ഒന്ന് ഓണാവുന്നത്. ആ ഒരു മൊത്തം ആളുകളൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ ആവുമ്പോഴാണ് എനിക്ക് ഇപ്പം അധികം ഫുള്ള് പറയണില്ല. ഇനി ആരെങ്കിലും കാണാത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് സ്പോയിലർ ആവുമെന്നൊരു ടെൻഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി പടം. ഞാൻ ഉറക്കെ ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ചിരിക്കാൻ മാത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ അതിരടി കണ്ടിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളത്. പക്ഷെ സംഭവം എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചിരിക്കാനും കാര്യങ്ങളായിട്ട് ടോവിനോ ആണെങ്കിൽ സൂപ്പറായിട്ടുള്ള ടോവിനോൻ്റെ ഒരു വേറെ തന്നെ ഒരു ക്യാരക്ടർ പോലെ ഫീൽ ചെയ്തു. നല്ല രസമുണ്ട്, നല്ല അടിപൊളിയായിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ടോവിനോനെ പൊതുവെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമൊക്കെ വാച്ചബിളാണ്. തിയേറ്ററിൽ പോയിട്ട് അയ്യോ പൈസ പോയല്ലോ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മൾ ജപ്പാനിൽ നിന്ന് വന്ന് ഉടനെ തന്നെ ആദ്യം കാണാൻ പോകുന്നത് അതിരടിയാണ്. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടൊക്കെ എപ്പോഴാണ് വരിക എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഇത് നമ്മൾ ഫസ്റ്റ് വന്ന ഉടനെ നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ 1-2 വീഡിയോ ഒക്കെ ചിലപ്പോൾ നമുക്ക് ഇടേണ്ടി വരും. അപ്പോൾ എനിക്കറിയില്ല ഈ വീഡിയോ എപ്പോഴാണ് വരിക, എപ്പോഴാണ് എഡിറ്റ് ചെയ്യുക എന്നൊക്കെ. ഇനിയുള്ള വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു 1 വീക്കും കൂടി മിത്തുകുട്ടിക്ക് വെക്കേഷനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 10th ആ ഒരു ഫുൾ ഓൺ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നൊക്കെ ഞാൻ എന്തായാലും വഴിയെ പറയാം. അപ്പം മിത്തുകുട്ടി അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഈ ഒരാഴ്ച ആ ഒരു ബിസിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് വീഡിയോസൊക്കെ ഞാൻ പറ്റുന്ന പോലെ ഇപ്പം കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. ഒന്നാമത് നമ്മൾ വന്നിട്ടുള്ള അൺപാക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും പിന്നെ ഞാൻ പറയില്ല ഇനിയിപ്പോൾ ഈ ഒരു 1 വീക്ക് നമ്മൾ കുറച്ച് ബിസി ആവാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും എല്ലാം കൂടെ ആയിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഒരു ഫുൾ ഓണായിട്ട് നമ്മൾ വീഡിയോ ഇട്ട് ശരിക്കും തുടങ്ങുന്നത് ജൂൺ മുതൽ തുടങ്ങാം എന്നാണ്. കാരണം കുറേ ഷോർട്സ് എടുത്ത് വെക്കണം, ഷോർട്സ് എടുക്കണം, കുറേ പ്രോഡക്റ്റുകൾ റിവ്യൂ ചെയ്യണം, അതൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഈ മെയ് എന്താ ഉണ്ടായതെന്ന് പോലും അറിയില്ല. മെയ് ഫുള്ള് ജപ്പാൻ ട്രിപ്പിൻ്റെ കാര്യങ്ങളും അത് കഴിഞ്ഞപ്പോൾ ക്ലീനിങ്, അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആകെ ഒരു ബിസിയാണ് മെയ് എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ജൂൺ മുതൽ
ഫോക്കസ് ചെയ്യാം കൂടുതൽ വർക്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വിചാരിച്ച പോലെ ഇപ്പം അങ്ങോട്ട് വർക്ക് നടക്കുന്നില്ല. കാര്യങ്ങൾ വീഡിയോസ് ഇടലും വ്ളോഗും ഒക്കെ തലങ്ങും വിലങ്ങും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്യണതും ഇടുന്നതും ആകെ കൂടെ ഒരു ജഗ പോകുകയാണ് ഇപ്പോൾ. പിന്നെ പോലെ തന്നെ ചൂടും നമുക്കറിയാലോ, ചൂടായാൽ തന്നെ നമുക്ക് ഒന്നിനും തോന്നില്ല, നമുക്ക് ആകെ നമ്മൾ ടയേർഡാവും. നാട്ടിലൊക്കെ പിന്നെ മഴ തുടങ്ങിയപ്പോൾ രസമായി, ഇവിടെ മഴ തുടങ്ങിയ എപ്പോഴാണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ കിച്ചണിന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും വയ്യാതെ പോകും. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നിനൊരു ഉഷാറുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ AC യുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ വല്ല തിയേറ്ററിലോ മോളിലൊക്കെ പോയിരിക്കുക, അതൊക്കെ തന്നെ നമുക്ക് നടക്കുള്ളൂ. അപ്പോൾ വീഡിയോ ഒരു ഫുള്ളായിട്ട് ഒരു ഓൺ ആവാൻ എനിക്ക് തോന്നുന്നു ജൂണിലായിരിക്കും നല്ലത്. ഇപ്പോൾ വെക്കേഷൻ കൂടെ ആയ കാരണം മിത്തുവിനും വെക്കേഷനല്ല, അപ്പോൾ മിത്തു വീട്ടിലുണ്ടാവും. അപ്പോൾ വീട്ടിലുള്ളപ്പോൾ നമുക്ക് ഫുൾ ടൈം അങ്ങനെ എനിക്ക് എഡിറ്റിങ്ങും മറ്റേതാകുമ്പോൾ ഞാൻ ഫുഡൊക്കെ ഉച്ചയ്ക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ രാവിലത്തെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി തന്നെയാണ് കഴിക്കുക. ഇതാകുമ്പോൾ മിത്തുവിന് ഉച്ചയ്ക്ക് വേണം, രാത്രി വേണം, ഫുൾ ടൈം സ്പെഷ്യൽ വേണം. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും എല്ലാം കൂടെ നടക്കുന്നില്ല. അപ്പം തൽക്കാലം ഈ ഒരു വീക്കും കൂടെ ഞാനിങ്ങനെ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും കൊച്ചു കൊച്ചു വ്ളോഗുകളായിരിക്കും ഉണ്ടാവുക. അതായത് കുറച്ച് നേരത്തെ കുറേ ലെങ്തി വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിരടി എന്തായാലും കണ്ടിട്ടില്ലാത്തവർക്ക് ഇപ്പോഴും തിയേറ്ററിൽ കളിക്കുന്നുണ്ടാവില്ലേ, ഒരു പ്രാവശ്യമൊക്കെ പോയി കാണാവുന്ന സിനിമയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് എന്തായാലും പേഴ്സണലി നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റട്ടെ, കാരണം എനിക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല. വല്ല കുട്ടി ഉടുപ്പ് ഇടല് മാത്രമേ വീട്ടിൽ നടക്കുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.